നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററാണ് മണി മാർക്കറ്റ്. അപ്പം മണി മാർക്കറ്റിൻ്റെ ഡെഫിനേഷനാണ് കാണുന്നത്. ഞാൻ ഇതിൻ്റെ മുന്നേ നിങ്ങൾക്ക് മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു അടുത്ത ചാപ്റ്റർ നിങ്ങൾ മണി മാർക്കറ്റും ഇതിൻ്റെ ശേഷമുള്ള ചാപ്റ്റർ ക്യാപിറ്റൽ മാർക്കറ്റുമാണ് പഠിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെഫിനേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട്. അതായത് മണി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണി അല്ലെങ്കിൽ ലിക്വിഡിറ്റി കൂടുതലുള്ള ഫണ്ട് ഷോർട്ട് ടേമിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന്, അതായത് ഒന്നുകിൽ ക്യാഷ് അല്ലെങ്കിൽ ഈക്വാലിറ്റി ടു ക്യാഷ്, അതായത് ട്രേഡ് ബിൽസ്, പ്രോമിസറി നോട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും പേപ്പേഴ്സ്, ഇതൊക്കെ കൊടുക്കുന്നതിനെയാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഡെഫിനേഷൻ നന്നാക്കി പഠിച്ചിട്ട് നിങ്ങൾ നോട്ട് ചെയ്യാം. നെക്സ്റ്റ് മണി മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഷോർട്ട് ടേം ഫണ്ട്സ്. അതായത് ഫിനാൻഷ്യൽ അസറ്റ്സ് അല്ലെങ്കിൽ നമ്മളിതിൽ യൂസ് ചെയ്യുന്ന ഫണ്ട് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ടേമിനെയാണ് ഇതിൻ്റെ ഡെഫിനിഷനിൽ തന്നെ പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് വണ്ണാണ് ഇതിൽ ഫിനാൻഷ്യൽ അസറ്റ്സ് ആയിരിക്കും 1 ഇയർ, ഒരു വർഷത്തേക്കുള്ള മെച്യൂരിറ്റി പീരീഡുള്ള ഫിനാൻഷ്യൽ അസറ്റ്സ് ആയിരിക്കും ഡീൽ ചെയ്യാം, ഒരു വർഷത്തിൽ കൂടുതൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇത് തേർഡ് വണ്ണാണ് ബോറോവേഴ്സ് ചിലപ്പോൾ ഫണ്ട് വാങ്ങൽ ഒന്നുകിൽ ഒരു ദിവസം വച്ചിട്ടാവും, അല്ലെങ്കിൽ ആഴ്ചയിൽ, അല്ലെങ്കിൽ ഒരു മാസം, അല്ലെങ്കിൽ 3 മാസം, അല്ലെങ്കിൽ 6 മാസം എന്ന രീതിയിലായിരിക്കും ക്യാഷ് വാങ്ങുക. പിന്നെ ഇതിൽ വരുന്ന ചില ഇൻസ്ട്രുമെൻറ്റ്സുകളാണ് പറയുന്നത്. കോൾ മണി, നോട്ടീസ് മണി, ടേം മണി, ട്രഷറി ബിൽസ്, കൊമേഴ്ഷ്യൽ ബിൽസ്, അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വീണ്ടും സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ്, പിന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ട്രഷറി ബിൽസ് എല്ലാം വരുന്നുണ്ട്. ഞാൻ കുറച്ച് മാത്രം എഴുതിയിട്ടുള്ളൂ. നെക്സ്റ്റ് ഫിഫ്ത്ത് വണ്ണാണ് ഇറ്റ് ഈസ് എ നീഡ് ബേസ്ഡ് മാർക്കറ്റ്. നീഡ് ബേസ്ഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിമാൻഡും സപ്ലൈയും കൂടി ചേരുന്ന സ്ഥലം. ആക്ച്വലി ഇറ്റ് ഗിവ്സ് ഷേപ്പ് ടു ദ മാർക്കറ്റ്. അതായത് ഡിമാൻഡ് എവിടെയാണോ ആവശ്യം അവിടെ സപ്ലൈ വരും, അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ കറക്റ്റ് ആവുന്ന ആ ഒരു സ്ഥലത്ത്, അതുകൊണ്ടാണ് ഈ ഒരു മണി മാർക്കറ്റിനെ നമ്മൾ നീഡ് ബേസ്ഡ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ആൻഡ് സിക്സ്ത് വൺ ദ ഇമ്പോർട്ടൻറ്റ് കോമ്പണൻസ് ഓഫ് മണി മാർക്കറ്റ് ആർ. ഈ മണി മാർക്കറ്റിൽ വരുന്ന കോമ്പണൻസുകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. സെൻട്രൽ ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്ക്, അതുപോലെ തന്നെ NBFC മീൻസ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഡിസ്കൗണ്ട് ഹൗസസ് ആൻഡ് ആക്സെപ്റ്റൻസ് ഹൗസസ്. പിന്നെ നെക്സ്റ്റ് വണ്ണാണ് ഈ മണി മാർക്കറ്റിലുള്ള ബോറോവേഴ്സ് എന്ന് പറയുന്നത് ട്രേഡേഴ്സ്, മാനുഫാക്ചറേഴ്സ്, സ്പെക്കുലേറ്റേഴ്സ്, പിന്നെ അതുപോലെ തന്നെ ചില ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പിന്നെ പറയുന്നത് ഈ ട്രാൻസാക്ഷൻസ് നമുക്ക് ഓറലി അല്ലെങ്കിൽ ടെലിഫോണിക് കമ്മ്യൂണിക്കേഷനിൽ നടത്താം ട്രാൻസാക്ഷൻ. പക്ഷേ എല്ലാ ഡോക്യുമെൻറ്റ്സും എല്ലാ റിട്ടേൺ കമ്മ്യൂണിക്കേഷനെല്ലാം നടത്തുന്നത് പിന്നെ അത് നെക്സ്റ്റ് സബ്സിക്വൻ്റ്ലി ആയിരിക്കും നടത്തുന്നുണ്ടാവുക. ഇനി നെക്സ്റ്റ് വണ്ണാണ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവിൽ ഫസ്റ്റ് വണ്ണാണ് ടു പ്രൊവൈഡ് സ്പേസ് ടു ഓവർകം ഷോർട്ട് ടേം ഡെഫിസിറ്റ്സ്. അതായത് ഷോർട്ട് ടേമിൻ്റെ എന്തെങ്കിലും ഡെഫിസിറ്റ്സ്, കുറവുകൾ ഉണ്ടെങ്കിൽ അതിനെ നികത്തലാണ് മണി മാർക്കറ്റിൻ്റെ ഒരു ഡ്യൂട്ടി. രണ്ടാമത്തേത് എന്താണ്, ഷോർട്ട് ടേം സർപ്ലസ് ഫണ്ട് വരുന്ന സമയത്ത് അതിനൊരു പാർക്കിംഗ് പ്ലേസ് കൊടുക്കുക. അതായത് ഷോർട്ട് ടേം ഫണ്ട് കൂടുതലായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, അതിനൊരു സ്പേസ് ഇട്ട് കൊടുക്കുക, ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുക. മൂന്നാമത്തത് ഈ സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ മണി മാർക്കറ്റിലുള്ള ലിക്വിഡിറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് സെൻട്രൽ ബാങ്ക് ആയിരിക്കും. അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. പിന്നെ അതേപോലെ തന്നെ കൺസ്യൂമേഴ്സിന് വേണ്ട ഷോർട്ട് ടേമിലേക്കുള്ള ഫണ്ടിൻ്റെ അതിൻ്റെ റിക്വയർമെൻറ്റ്സിനനുസരിച്ചിട്ട് പെട്ടെന്ന് വേണമെങ്കിൽ പെട്ടെന്ന് കൊടുക്കുക, അല്ലെങ്കിൽ സഫിഷ്യൻ്റ് ആയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ റേഷണൽ കോസ്റ്റിൽ അങ്ങനെ എന്ത് ചെയ്യുകയാണ് കസ്റ്റമേഴ്സിന് ഷോർട്ട് ടേം ഫണ്ട്സ് അവൈലബിൾ ആക്കി കൊടുക്കുക. പ്രാക്ടിക്കൽസ് ആയിട്ടുള്ള, അതായത് ഒരുപാട് ഇൻട്രസ്റ്റ് ഒന്നും ഈടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, ഷോർട്ട് ടേമിലേക്കൊന്നും കസ്റ്റമേഴ്സ് ഫണ്ട് വാങ്ങില്ല. അപ്പം ഷോർട്ട് ടേമിലേക്ക് വളരെ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ അവർക്ക് വേണ്ട സഫിഷ്യൻ്റ് ആയിട്ട്, അതായത് റാപ്പിഡായിട്ടുള്ള, അതായത് എങ്ങനെയാണോ അവർക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ഫണ്ട് അവൈലബിൾ ആക്കുക. ഇതാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള, അതായത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മണി മാർക്കറ്റിലുള്ള മണി മാർക്കറ്റ് ആണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഫീച്ചേഴ്സ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വണ്ണാണ് വെൽ ഓർഗനൈസ്ഡ് ബാങ്കിങ് സിസ്റ്റം. ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. ഞാൻ പറയുന്ന നോട്ട്സ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നോട്ടിൽ എഴുതുക. വെൽ ഓർഗനൈസ്ഡ് ബാങ്കിങ് സിസ്റ്റം,
നമുക്കറിയാം കൊമേഴ്ഷ്യൽ ബാങ്ക്സാണ് ഷോർട്ട് ടേം ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക. സോ എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് നല്ല രീതിയിലുള്ള കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, പ്രോപ്പറായിട്ടുള്ള മണി മാർക്കറ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ് ഗവൺമെൻറ്റിനും ലാർജ് കമ്പനീസിനൊക്കെ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാണ്, ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല നല്ല കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എക്സിസ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നല്ല വെൽ ഓർഗനൈസ് ആയിട്ടുള്ള ബാങ്കിങ് സിസ്റ്റം ഉണ്ടായിരിക്കണം, നല്ല പ്രോപ്പർ മണി മാർക്കറ്റ് ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് സെക്കൻഡ് വണ്ണാണ് എക്സിസ്റ്റൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്. നമുക്കറിയാം സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് ബാങ്കേഴ്സ് ബാങ്കാണ്. സോ പ്രോപ്പറായിട്ടുള്ള കറൻസിയും ക്രെഡിറ്റ് പോളിസിയൊക്കെ മാനേജ് ചെയ്യാനും അതേപോലെ തന്നെ ഈ പറയുന്ന നേരത്തെ നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞ ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനും ഒക്കെ സെൻട്രൽ ബാങ്കിൻ്റെ എക്സിസ്റ്റൻസ് വേണം. നെക്സ്റ്റ് തേർഡ് വണ്ണാണ് അവൈലബിലിറ്റി ഓഫ് പ്രോപ്പർ ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. എന്താ പറയുക, വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള മണി മാർക്കറ്റ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ തന്നെ എന്ത് വേണം, നല്ല നല്ല ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് പ്രോപ്പർ സെക്യൂരിറ്റീസ് വേണം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ട്രഷറി ബിൽസ്, കൊമേഴ്ഷ്യൽ ബിൽസ്, ഇതേപോലെ തന്നെ ഷോർട്ട് ടേം ഗവൺമെൻറ്റിൻ്റെ ബോൺസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 1 ഇയറിലേക്കുള്ള, അതൊക്കെ പ്രോപ്പറായിട്ട് വേണം. പിന്നെ നെക്സ്റ്റ് വണ്ണാണ് പ്രോപ്പർ കോർഡിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ്, പല സെക്ടേഴ്സ്, അതായത് ഓർഗനൈസ്ഡ് സെക്ടേഴ്സ് ഉണ്ടായിരിക്കും, അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇതൊക്കെ പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ എന്നാൽ നമ്മൾ എന്താവുള്ളൂ, ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു മണി മാർക്കറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വണ്ണാണ് ലാക്ക് ഓഫ് ഡൈവേഴ്സിറ്റി ഇൻ മണി റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്തായിരിക്കണം, എല്ലാവർക്കും ഒരേ രീതിയിലാവണം. പലർക്കും ചെറിയ വേരിയേഷൻസ് ഒക്കെ, പക്ഷേ ഭയങ്കര ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പം ആ ഡിഫറൻസ് അത്ര തന്നെ ഉണ്ടാവാൻ പാടില്ല. നെക്സ്റ്റ് പ്രസൻസ് ഓഫ് ബിൽസ് മാർക്കറ്റ്. അതായത് ബിൽസ് മാർക്കറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തുണ്ടാവുള്ളൂ, സ്മൂത്ത് ആയിട്ടുള്ള ക്രെഡിറ്റ് സിസ്റ്റം ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ചിലപ്പോൾ മണി മാർക്കറ്റ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ സബ് മാർക്കറ്റ്സ് ഉണ്ടായിരിക്കാം. അതേപോലെ ഇതൊക്കെ പ്രോപ്പറായിട്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ബിൽ മാർക്കറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ നെക്സ്റ്റ് വണ്ണാണ് സഫിഷ്യൻറ്റ് റിസോഴ്സസ്. സഫിഷ്യൻറ്റ് റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രോപ്പറായിട്ടുള്ള ഇൻറ്റേർണൽ എക്സ്റ്റേർണൽ സോഴ്സസ് കൂടെ ഫണ്ട്സ് അവൈലബിൾ ആയിരിക്കണം. അപ്പം ലണ്ടൻ മണി ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ലണ്ടൻ മണി മാർക്കറ്റ് എപ്പോഴും എന്ത് ചെയ്യുന്ന ഓവറോൾ വേൾഡിൽ നിന്ന് ഫണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടൊക്കെ ഫണ്ട് ഉണ്ടായാലും നമുക്ക് പ്രോപ്പറായിട്ട് ഫിനാൻസ്, നമുക്ക് സഫിഷ്യൻറ്റ് റിസോഴ്സസ് അവൈലബിൾ ആവും. മറ്റേ ഒരാൾ ബൊറോവർ വന്നിട്ട് കടം ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ എന്തുണ്ടാവില്ല, ക്യാഷ് ഉണ്ടാവില്ല. പിന്നെ നെക്സ്റ്റ് വൺ 8th വണ്ണാണ് എക്സിസ്റ്റൻസ് ഓഫ് സെക്കൻഡറി മാർക്കറ്റ്. അതായത് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ മാർക്കറ്റ് ഫോർ ഓൾഡ് ഓർ എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ്. അപ്പോൾ ഉള്ളതിനല്ലെങ്കിൽ പഴയ സെക്യൂരിറ്റീസിന് വേണ്ടിയിട്ടുള്ളതാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡറി മാർക്കറ്റ് പ്രോപ്പറായിട്ട് ഓപ്പറേറ്റ് ചെയ്താലേ എന്തുണ്ടാവുള്ളൂ, മണി മാർക്കറ്റ് സക്സസ്ഫുള്ളി ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് 9th വണ്ണാണ് ആംബിൾ സപ്ലൈ ഓഫ് ഫണ്ട്സ്. ആംബിൾ സപ്ലൈ ഓഫ് ഫണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ഹൈ ഡിമാൻഡ് ഉണ്ടായിരിക്കും ഷോർട്ട് ടേം ഫണ്ടിന്. ആ ഒരു സമയത്തൊക്കെ പ്രോപ്പറായിട്ട് ഫണ്ട് റേസ് ചെയ്യാനും അത് കൊടുക്കാനും ലാർജ് എമൗണ്ട് ഫണ്ട് ഉണ്ടായിരിക്കണം. അതിനെന്താ വേണ്ടത്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ്, വേൾഡിൻ്റെ ഏത് ഭാഗത്തു നിന്നും നമ്മൾ എന്ത് ചെയ്യണം, ഫണ്ട്സ് ആക്സെപ്റ്റ് ചെയ്യണം. നെക്സ്റ്റ് ലാസ്റ്റ് വണ്ണാണ് അതർ ഫാക്ടേഴ്സ്. അതർ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പാൻഷൻ ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്, ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്, ഇൻഡസ്ട്രീസിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക, അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി ഇൻ പൊളിറ്റിക്കൽ കണ്ടീഷൻസ്. ഇതൊക്കെ എന്ത് ചെയ്യണം, ഉഷാറായാൽ ഈ ഫാക്ടേഴ്സും കൂടി നന്നായി കഴിയുമ്പോഴാണ് എന്തുണ്ടാവുക, നല്ല ഡെവലപ്ഡ് മണി മാർക്കറ്റ് ആയി മാറുക. ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റാണ് ഫങ്ഷൻസ് ഓഫ് മണി മാർക്കറ്റ്. ഫസ്റ്റ് വണ്ണാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഷോർട്ട് ടേം ഫണ്ട് ഇൻഡസ്ട്രീസിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഇൻഡസ്ട്രീസിനെ ഷോർട്ട് ടേം ഫണ്ട് ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് ഇക്കണോമിയിൽ എന്തുണ്ടാവും, ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. അതാണ് എക്സാക്റ്റായിട്ട് പറയുകയാണെങ്കിൽ. സെക്കൻഡ് വണ്ണാണ് ഇക്വിലിബ്രിയം ഉണ്ടായിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞ പോയിൻ്റാണ്, ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള ഇക്വിലിബ്രിയം ഉണ്ടായിരിക്കും. നെക്സ്റ്റ് തേർഡ് വണ്ണാണ് എഫക്റ്റീവായിട്ടുള്ള RBIൻ്റെ ഫെസിലിറ്റീസ്, പ്രോപ്പറായിട്ടുള്ള മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. നെക്സ്റ്റ് വണ്ണാണ് ഇറ്റ് ഇൻസ്റ്റിൽസ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇൻ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ ഫിനാൻഷ്യൽ പ്രോപ്പർ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് വണ്ണാണ്
ക്യാപിറ്റൽ ഫോർമേഷന് വേണ്ടിയിട്ട്, അതായത് ചില ആൾക്കാരെ സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും മറ്റു ചിലർക്കുള്ള ക്യാപിറ്റൽ ഫോർമേഷന് ഹെൽപ്ഫുള്ളാണ്. ദെൻ നെക്സ്റ്റ് വൺ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് ലാസ്റ്റ് വണ്ണാണ് ഗവൺമെൻറ്റിന് ഡെഫിസിറ്റ് ഉള്ള സമയത്ത് ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യാനും ഈ മണി മാർക്കറ്റ് ഹെൽപ്ഫുള്ളാണ്. ഇനി നെക്സ്റ്റ് വണ്ണാണ് ഇമ്പോർട്ടൻസ് ഓഫ് മണി മാർക്കറ്റ്. നമുക്കറിയാം നമ്മളെ കൺട്രിയിലെ ഫിനാൻഷ്യൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മണി മാർക്കറ്റിന് എന്താണ് ഒരു ഇമ്പോർട്ടൻറ്റ് കീ റോൾ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ട്രേഡ്, അതേപോലെ തന്നെ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിയിലേക്ക് ഷോർട്ട് ടേം ഫണ്ട് ഏറ്റവും ക്വിക്കസ്റ്റായിട്ട് സപ്ലൈ ചെയ്യുന്നത് മണി മാർക്കറ്റാണ്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻസിലേക്ക് പോവാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. നമുക്കറിയാം ക്യാപിറ്റൽ മാർക്കറ്റിൽ മീഡിയം ടേം ലോങ് ടേം ഫണ്ടാണ് ബോറോവേഴ്സിന് കൊടുക്കുന്നത്. അപ്പം ഈ മീഡിയം ടേമും ലോങ് ടേം ഫണ്ടും മണി മാർക്കറ്റ് കൊടുക്കാത്ത വന്നപ്പോഴാണ് എന്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടായത്? ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് വന്നത്. അപ്പം മണി മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റിനെ ഒരു സ്മൂത്ത് ഡെവലപ്മെൻറ്റിന് ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് സെക്കൻഡ് വണ്ണാണ് ട്രേഡിംഗ് ഫിനാൻസ്. ഫിനാൻസിങ് ട്രേഡ്. ഫിനാൻസിങ് ട്രേഡിൽ അതേപോലെ തന്നെ മണി മാർക്കറ്റിൽ ഇൻറ്റേർണലായിട്ടും ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ട്രേഡുമാണ് നടക്കുന്നത്. ഇങ്ങനെ നടക്കുന്ന സമയത്താണ് എന്തുണ്ടാവുക? ട്രേഡേഴ്സിൻ്റെ ഇടയിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചും അതേപോലെ തന്നെ ഈ ഡിസ്കൗണ്ടിങ് ബിൽ മാർക്കറ്റൊക്കെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിനാൻസിങ് ട്രേഡ് നടക്കുന്ന സമയത്ത് ഈ മണി മാർക്കറ്റ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതായത് ഈ ബിൽ ഡിസ്കൗണ്ടിങ് ഒക്കെ ചെയ്യാൻ ഫോറിൻ ട്രേഡിലൊക്കെ ഒരുപാട് പങ്ക് വഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് തേർഡ് വണ്ണാണ് ഫിനാൻസിങ് ഇൻഡസ്ട്രി. നമുക്കറിയാം ഇൻഡസ്ട്രീസിൻ്റെ ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് മണി മാർക്കറ്റിന്. അത് രണ്ട് രീതിയിലായിട്ട് നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഫിനാൻസിങ് ഇൻഡസ്ട്രീൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റിനെ രണ്ട് രീതിയിലായിട്ട് നമുക്ക് പറയാം. ഒന്ന്, നമുക്കറിയുന്ന പോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ട് മണി മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ മണി മാർക്കറ്റിൽ തന്നെ മണി മാർക്കറ്റിൻ്റെ ലോങ് ടേം ഇൻട്രസ്റ്റോട് കൂടിയിട്ട് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ എൻട്രി വന്നപ്പോൾ എന്തായി? ഈ ഇൻഡസ്ട്രീസിനെ ഡെവലപ്പ് ചെയ്യാൻ ക്യാപിറ്റൽ മാർക്കറ്റ് ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്തിട്ട് ഇൻഡസ്ട്രീസിനെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ രണ്ട് രീതിയിലാണ് ഡെവലപ്മെൻറ്റ് വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഫോർത്ത് വണ്ണാണ് ഹെൽപ്സ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. നമുക്കറിയാം നല്ലൊരു മണി മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെയും കൂടി ഡെവലപ്മെൻറ്റാണ്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്കിനെ ഹെൽപ്പ് ചെയ്യുന്ന എങ്ങനെയാണ്? സഫിഷ്യൻറ്റ് ഫണ്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് സർപ്ലസ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടും സെക്യൂരിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടൊക്കെ കൊമേഴ്ഷ്യൽ ബാങ്കിനെ മണി മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, എപ്പോഴും ഡെപ്പോസിറ്റേഴ്സിന് വേണ്ടിയിട്ട് ഡെപ്പോസിറ്റേഴ്സ് എപ്പോൾ വേണമെങ്കിലും അവരെ ഫണ്ട് തിരിച്ചു ചോദിക്കാം. അപ്പം അവർ ഫണ്ട് ചോദിക്കുന്ന സമയത്ത് ആ ഒരു ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മണി മാർക്കറ്റ് കൊമേഴ്ഷ്യൽ ബാങ്കിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വണ്ണാണ് ഹെൽപ്പ് സെൻട്രൽ ബാങ്ക്. അതുപോലെ തന്നെ സെൻട്രൽ ബാങ്കിൻ്റെ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ടും ഈ മണി മാർക്കറ്റ് ഹെൽപ്ഫുള്ളാണ്. അതായത് ഇപ്പോൾ ഒരു ഷോർട്ട് ടേമിലേക്കുള്ള ഷോർട്ട് ടേമിലേക്കൊക്കെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെ കുറച്ച് കൊടുത്തിട്ടൊക്കെ മണി മാർക്കറ്റ് ബാങ്കിങ് കണ്ടീഷനൊക്കെ അല്ലെങ്കിൽ കറൻറ്റ് മോണിറ്ററി സിസ്റ്റത്തിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കേഴ്സ് ബാങ്കാണ്. സോ അപ്രോപ്രിയേറ്റ് ബാങ്കിങ് പോളിസി തന്നെ ഗൈഡ് ചെയ്യുന്നത് സെൻട്രൽ ബാങ്കാണ്. അപ്പോൾ സെൻട്രൽ ബാങ്കിനെ എങ്ങനെ മണി മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നത് നോക്കാം. സെൻട്രൽ ബാങ്കിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ പ്രോപ്പർ ബാങ്കിങ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ട്, അതായത് ഷോർട്ട് റൺ ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് വളരെ ഷോർട്ട് റണ്ണിലേക്ക് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ രണ്ടാമത്തത് വളരെ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സെൻസിറ്റീവാണ്, ഇൻ്റഗ്രേറ്റഡുമാണ്. അങ്ങനെ ആവുന്നത് കൊണ്ട് തന്നെ ഈ സെൻട്രൽ ബാങ്കിനെ വളരെ ക്വിക്കായിട്ടും അതേപോലെ തന്നെ അതിൻ്റെ സബ് മാർക്കറ്റ്സിനെ ഹെൽപ്പ് ചെയ്യാനും നല്ല ഏത് തരത്തിലുള്ള പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും മണി മാർക്കറ്റ് സെൻട്രൽ ബാങ്കിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് 6th വണ്ണാണ് ഗൈഡ് ആൻഡ് ഹെൽപ്പ് ടു ഗവൺമെൻറ്. അതായത് മണി മാർക്കറ്റിൻ്റെ ചില സിറ്റുവേഷൻസ് ഗവൺമെൻറ്റിന് പല സാഹചര്യത്തിലും പല മോണിറ്ററി പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഷോർട്ട് ടേം ഫണ്ടിലേക്ക് അതായത് ട്രഷറി ബിൽസിനൊക്കെ ലോ ഇൻട്രസ്റ്റ് റേറ്റോട് കൂടിയിട്ട് ഗവൺമെൻറ്റിന് പലതരത്തിലും മണി മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് 7th വണ്ണാണ് എൻകറേജസ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്കറിയാം ഇപ്പോൾ ഈ പറയുന്ന ഈ സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ നമുക്ക് കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് ആവശ്യക്കാർക്ക് ഡെഫിസിറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഫണ്ട് കൊടുക്കാൻ പറ്റുന്നത്. അപ്പം ഈ സേവിങ്സിന് ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ ഒരുപാട് എൻകറേജ് ചെയ്യുന്നുണ്ട് മണി മാർക്കറ്റ്. കാരണം അവർക്ക് ചെറിയ രീതിയിലുള്ള ഷോർട്ട് ടേമിലേക്കുള്ള ഫണ്ട്സൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവർ സേവിങ്സിന് ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ എൻകറേജ് ചെയ്തിട്ട് മാക്സിമം ഈസിലി ആയിട്ട് ക്യാപിറ്റൽ ഫോർമുലേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് മണി മാർക്കറ്റ്. ഇനി നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് കോമ്പിനേഷൻ ഓഫ് മണി മാർക്കറ്റാണ്. കോമ്പിനേഷൻ ഓഫ് മണി മാർക്കറ്റ് പറയുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത് മണി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോമോജീനിയസ് മാർക്കറ്റ് അല്ല, അതായത് ഒരു ഒറ്റക്കുള്ളതല്ല. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹെട്രോജീനിയസ് മാർക്കറ്റാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മണി മാർക്കറ്റിൽ ഡിഫറെൻറ്റ് സബ് സിസ്റ്റംസ് വരുന്നുണ്ട്. ആ സബ് സിസ്റ്റംസ് ഏതൊക്കെയെന്ന് നോക്കാം. കോൾ മണി മാർക്കറ്റ്, ലോൺ മാർക്കറ്റ്, കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ്, ആക്സെപ്റ്റൻസ് മാർക്കറ്റ്സ്, ട്രഷറി ബിൽ മാർക്കറ്റ്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോന്നും എന്താണെന്നുള്ളതും അതിൻ്റെ ഫീച്ചേഴ്സ്, ഓപ്പറേഷൻസ്, അതെങ്ങനെ നമ്മൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതിലേതൊക്കെ പാർട്ടിസിപ്പൻസ് ആണ് വരുന്നത് എന്നുള്ളത്, ഇത്രയും കാര്യങ്ങൾ ഓരോ വിഷയത്തിനെ കുറിച്ചിട്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇനി ഓരോന്നായിട്ട് ഇങ്ങനെ ഇതിൻ്റെ അതായത് കോൾ മണി, ലോൺ മാർക്കറ്റ്, കൊമേഴ്ഷ്യൽ ബിൽസ്, ആക്സെപ്റ്റൻസ് ബിൽസ്, ട്രഷറി ബിൽസിനെ കുറിച്ചിട്ട് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി ഫസ്റ്റ് വണ്ണാണ് കോൾ മണി മാർക്കറ്റ്. കോൾ മണി മാർക്കറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ ഷോർട്ട് ടൈമിലേക്ക്, അതായത് ഒന്നെങ്കിൽ 24 hours ആവാം, അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 7 ദിവസം, അതായത് ഒരാഴ്ചത്തേക്ക്. അപ്പം ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ പറയുന്നുണ്ട് എന്താണ്, കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യും, അവരെ ലിക്വിഡിറ്റി റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ട് ഈ കോൾ മാർക്കറ്റിൻ്റെ കയ്യിൽ നിന്നാണ് എന്ത് ചെയ്യുക, മണി വാങ്ങാം. ഇപ്പോൾ ഈ 2 കൺട്രീസിൽ കോൾ മണി എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് പറയാം. ഇപ്പോൾ UK ബാങ്ക് ആർക്കാണ് കൊടുക്കുന്നത് വെച്ചാൽ ബിൽ ബ്രോക്കേഴ്സിനും ഡിസ്കൗണ്ട് ഹൗസസിനുമാണ് UK കോൾ മണി പ്രൊവൈഡ് ചെയ്യുന്നത്. USA സ്റ്റോക്ക് ബ്രോക്കേഴ്സിനും സ്റ്റോക്ക് എക്സ്ചേഞ്ചിനുമാണ് കോൾ മണി പ്രൊവൈഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഇത് എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞേക്ക്, ഏറ്റവും ഷോർട്ട് ടൈമിലേക്കാണ് എന്നുള്ളതും. ഇതിനെ മറ്റൊരു പേരും കൂടി പറയുന്നുണ്ട്, ലോൺസ് ഓർ മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. ഇങ്ങനെയും കൂടി ചില സമയത്ത് ഇതിനെ റെഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇനി ഫീച്ചേഴ്സ് കോൾ മണി മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ, ഇറ്റ് എനേബിൾസ് ദ ബാങ്കേഴ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ഈവൻ ഔട്ട് ദർ ഡേ ടു ഡേ ഡെഫിസിറ്റ് ആൻഡ് സർപ്ലസ് ഓഫ് മണി. എന്താണ്, ഓരോ ദിവസത്തേക്ക് ഓരോ ബാങ്ക് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന് എന്തെങ്കിലും ക്യാഷിൻ്റെ കുറവുണ്ടെങ്കിൽ ആ കുറവ് നികത്തി കൊടുക്കുന്നു. സെക്കൻഡ് വൺ, കൊമേഴ്ഷ്യൽ ബാങ്ക് ആയാലും കോപ്പറേറ്റീവ് ബാങ്കോ അല്ലെങ്കിൽ പ്രൈമറി ഡീലേഴ്സ് ഇവരെന്ത് ചെയ്യുന്നു, ഇവരെയാണ് ബോറോ ചെയ്യാൻ അനുവദിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ഇവരെന്തിനാണ് ബോറോ ചെയ്യുന്നത്, അവരെ ക്യാഷ് റിസർവ് റിക്വയർമെൻറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ ഇത്ര ക്യാഷ് റിസർവ് ചെയ്യണം എന്നുള്ളതിന് വല്ല ഷോർട്ടേജും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൊമേഴ്ഷ്യൽ ബാങ്കും കോപ്പറേറ്റീവ് ബാങ്കും പ്രൈമറി ഡീലേഴ്സും ആരെ മീറ്റ് ചെയ്യും, ഈ പറയുന്ന കോൾ മണി മാർക്കറ്റിന് മീറ്റ് ചെയ്തിട്ട് അവരതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് തേർഡ് വണ്ണാണ്
ഇത് ഇൻ്റർ ബാങ്ക് ട്രാൻസാക്ഷൻസേ നടക്കുകയുള്ളൂ, അല്ലാതെ നോൺ ബാങ്ക് എൻറ്റിറ്റീസ് ഉണ്ടാവില്ല. അതായത് ബാങ്കുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ, അതാണ് നമ്മൾ സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതാണ് വീണ്ടും എടുത്ത് പറയുന്നത്. നെക്സ്റ്റ് ഫോർത്ത് വണ്ണാണ് ഈ കോൾ മണി അല്ലെങ്കിൽ നോട്ടീസ് മാർക്കറ്റിലെല്ലാം അവരെ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനിക്കുന്നത് മാർക്കറ്റാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇന്ന് 5% ചിലപ്പോൾ നാളെ 4% ആയിരിക്കും, പിറ്റേ ദിവസം ചിലപ്പോൾ 3 അത് മാർക്കറ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനിക്കുക. ദെൻ നെക്സ്റ്റ് വൺ, ഈ ലെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് ടേമിലേക്കുള്ള ഒരു ഔട്ട്ലെറ്റാണ് എന്ത് മണി ഔട്ട്ലെറ്റാണ് കോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റിയൊരു പോയിൻ്റാണ് ഈ പറയുന്ന ബോറോവേഴ്സിനും. ഇപ്പോൾ ഇതിലുള്ള ഈ ഷോർട്ട് റണ്ണിൽ ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ബോറോവേഴ്സിനും ലെൻഡേഴ്സിനും എന്ത് വേണം, റിസർവ് ബാങ്കിൽ ഒരു കറണ്ട് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു ബാങ്കേഴ്സ് തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആണെന്നുള്ളത്. അപ്പോൾ ഇവർക്ക് എന്തായിരിക്കണം, കറണ്ട് അക്കൗണ്ട് റിസർവ് ബാങ്കിൽ ഉണ്ടായിരിക്കണം. അതതിൻ്റെ ഒരു ഫീച്ചറാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ മറ്റൊരു ഫീച്ചറും കൂടി വേണമെങ്കിൽ പറയാം. പിന്നെ എന്താ, ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്, ഇതുപോലെ ഇവർക്കൊക്കെയാണ് ശരിക്കും ഇവരൊക്കെയാണ് ലെൻഡേഴ്സായിട്ട് ആക്സസ് ചെയ്യുന്നത്. അതായത് മറ്റുള്ള എല്ലാ വ്യക്തികളെയോ അല്ലെങ്കിൽ ബാങ്ക് അല്ലാത്ത സ്ഥാപനങ്ങളെയോ എന്ത് ചെയ്യാൻ പറ്റില്ല, ലെൻഡേഴ്സായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇവരൊക്കെയാണ് സാധാരണ രീതിയിൽ കോൾ അല്ലെങ്കിൽ നോട്ടീസ് മണി എന്നും കൂടി ഇതിന് പറയും. അതാണ് നമ്മൾ ഒരു പോയിന്റിൽ സൂചിപ്പിച്ചല്ലോ, കോൾ അല്ലെങ്കിൽ നോട്ടീസ് എന്ന് ഉള്ള വാക്കും കൂടി നമ്മളിതിന് പ്രയോഗിക്കും. ഫോർത്ത് പോയിന്റിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, കോൾ ആൻഡ് നോട്ടീസ് മാർക്കറ്റ്. അപ്പോൾ കോൾ മണി എന്നുള്ളത് നോട്ടീസ് മണി മാർക്കറ്റിന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. രണ്ടും ഒരേ ക്വസ്റ്റ്യൻ ആയിരിക്കും. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്ത് എക്സാമിന്. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ഓപ്പറേഷൻസ്. ഇനി ഇതിൻ്റെ ഓപ്പറേഷൻസ് ആണല്ലോ, അപ്പോൾ ശ്രദ്ധിക്കുക. ഓപ്പറേഷൻസ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പോയിൻ്റാക്കി എഴുതിയതാണ്. പക്ഷേ ഞാൻ പറയുന്ന വോയിസ് കേട്ടിട്ട് ക്ലിയർ ആയിട്ട് നോട്ട്സ് നിങ്ങൾ എഴുതുക. ശ്രദ്ധിക്കുക. അത് ഞാൻ ഈ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഞാനൊന്ന് ക്രോഡീകരിച്ച് പറയാം. ബേസിക്കലി എന്താണ്, ഈ കോൾ മണി നടക്കുന്നത് ടെലിഫോൺ മാർക്കറ്റിലൂടെ ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ബോറോവേഴ്സും ലെൻഡേഴ്സും കോണ്ടാക്ട് ചെയ്യും. എങ്ങനെ? ത്രൂ ഫോൺ. എന്തിന്? ഈ കോൾ മാർക്കറ്റിൽ അങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യുക. ആദ്യം ഫോൺ ത്രൂ കോണ്ടാക്ട് ചെയ്യും. അതാണ് ഞാൻ രണ്ടും കൂടി ഐഫോൺ ഇട്ടിട്ട് എഴുതി, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്ന സൈഡിൽ. എന്നിട്ട് എന്ത് ചെയ്യും, എത്ര എമൗണ്ട് ആണെന്നുള്ളത് ആദ്യം പറയും. എന്നിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് എത്ര ചാർജ് ചെയ്യുന്നു എന്നുള്ളതും പറയും. എങ്ങനെ? ഇറ്റ് ഈസ് ഓൾസോ ഡൺ ത്രൂ ഫോണിലൂടെയാണ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യും, ഇവർ തമ്മിലൊരു നെഗോസിയേഷനിലെത്തും. നെഗോസിയേഷൻ എന്നുള്ള ടേമിൻ്റെ കറക്റ്റ് മീനിങ് ഞാൻ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. നെഗോസിയേഷനിലെത്തും. അങ്ങനെ നെഗോസിയേഷനിലെത്തിയതിൻ്റെ ശേഷം എന്ത് ചെയ്യും, ഈ ലെൻഡർ ബോറോവർക്ക് എന്ത് കൊടുക്കും, ചെക്ക് കൊടുക്കും. അപ്പോൾ തിരിച്ച് ബോറോവർ എന്ത് ചെയ്യും, ഇത് സ്വീകരിച്ചതിൻ്റെ ശേഷം ബോറോവർ ഒരു റെസിപ്റ്റ് ആർക്ക് ഇഷ്യൂ ചെയ്യും, ലെൻഡർക്ക് ഇഷ്യൂ ചെയ്യും. എന്നിട്ട് ഈ പേയ്മെൻറ്റ് അടക്കും. എത്ര എമൗണ്ടാണ് വാങ്ങിയ ആ പേയ്മെൻറ്റും അതിൻ്റെ ഇൻട്രസ്റ്റും കൂടി തിരിച്ച് അങ്ങോട്ടേക്ക് അടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ലെൻഡർ തിരിച്ച് ഇവർക്ക് കൊടുത്ത ആ റെസിപ്റ്റ് എന്ത് ചെയ്യും, അങ്ങോട്ട് തന്നെ തിരിച്ച് കൊടുക്കും. ഇതാണ് ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ. ഇനി ഞാൻ നെഗോസിയേഷൻ എന്നുള്ള ടേമിൻ്റെ അർത്ഥം പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങളൊരു 25 സാലറി എക്സ്പെക്റ്റ് ചെയ്യുന്നത് വിചാരിക്കും. അപ്പം ആ കമ്പനിയിലെത്തുമ്പോൾ അവർ ചോദിക്കും നിങ്ങൾ എത്ര സാലറി എക്സ്പെക്റ്റ് ചെയ്യുന്നത് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറയും 25 ആണെന്ന്. അപ്പോൾ കമ്പനിക്ക് നിങ്ങൾ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. പക്ഷേ കമ്പനി സാധാരണ ആ പോസ്റ്റിന് ഓഫർ ചെയ്യുന്നത് 20,000 ആണ്. അപ്പോൾ കമ്പനി പറയുന്നത് ഞങ്ങൾ 20,000 ആണ് ഓഫർ ചെയ്യുന്നതെന്ന് പറയും. അപ്പോൾ നിങ്ങൾ 25 അവർ 20 ആണ് പറയുന്നത്. അപ്പോൾ രണ്ട് കൂട്ടർക്കും തുല്യമായിട്ട് ബാധിക്കാത്ത രീതിയിൽ അതിനെന്ത് ചെയ്യുക, ഒരു കണ്ടീഷൻ വരിക. അപ്പോൾ കമ്പനി പറയും നോക്കി നമുക്ക് 23 ആക്കാം, അല്ലെങ്കിൽ 22,500 ആക്കാം നിങ്ങൾ സാലറി എന്ന് പറഞ്ഞിട്ട് അവരതുമല്ല നിങ്ങളതും അല്ലാത്ത രീതിയിൽ രണ്ട് കൂട്ടും പറഞ്ഞൊരു ധാരണയിലെത്തുന്ന അതാണ് ഈ നെഗോസിയേഷൻ എന്നുള്ള ആ ടേമിൻ്റെ കറക്റ്റ് മീനിങ്. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് കറക്റ്റ് ഡിഫൈൻ ചെയ്ത് തന്നതാണ്. ഇനി എപ്പോൾ നെഗോസിയേഷൻ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, രണ്ട് കൂട്ടും കൂടി എന്ത് ചെയ്യാണ്, ഒരു ധാരണയിലെത്തിയിട്ട് എത്തി തീരുമാനിക്കുന്ന അതിനെയാണ് നെഗോസിയേഷൻ എന്ന് പറയാം.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ടേമാണ് കോൾ മണി മാർക്കറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എവിടെയാണ് കോൾ മണി മാർക്കറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ കോൾ മണി മാർക്കറ്റിൻ്റെ ജനറൽ പർപ്പസ് എന്താണെന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ താഴെയുള്ളത് ശ്രദ്ധിക്കുക. കോൾ മണി മാർക്കറ്റ് സാധാരണ രീതിയിലുള്ളത് നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെൻറ്റേഴ്സ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഉണ്ടാവുക. അപ്പോൾ ഉദാഹരണത്തിന് മുംബൈയിൽ, കൊൽക്കത്ത, അഹമ്മദാബാദ്, ഡൽഹി, ചെന്നൈയിലൊക്കെയാണ് സാധാരണ രീതിയിൽ ഇത് ഉണ്ടാവാറുള്ളത്. ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോൺ ടെമ്പററി ആയിട്ട് എന്താണ് എക്സസ് ഫണ്ട് ഉണ്ടാവുമ്പോൾ ടെമ്പററി ആയിട്ടുള്ള ഫണ്ട് എന്ത് ചെയ്യാണ് പ്രൊവൈഡ് ചെയ്യാണ് സാധാരണ രീതിയിൽ ചെയ്യാറുള്ളത്. ഇതിന് ഈ കോൾ മണി മാർക്കറ്റിന് വേറൊരു ടേമും കൂടി നമ്മൾ പറയും, ഇൻ്റർ ബാങ്ക് കോൾ മണി മാർക്കറ്റ് എന്നും കൂടി പറയും. കാരണം എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞു ബാങ്ക്സുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലോൺസ് എന്താ പറയുക ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്താണ് ഈ കോൾ മണി മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇതിനെ ഇൻ്റർ ബാങ്ക് കോൾ മണി മാർക്കറ്റിനും കൂടി പറയുന്നത്. ഇനി ഈ കോൾ മണി മാർക്കറ്റിൽ ഈ കോൾ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. 2-3 പർപ്പസുകൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് നോക്കാം. ഫസ്റ്റ് വണ്ണാണ്, ഇത് സാധാരണ രീതിയിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ഹ്യൂജ് പേയ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ. സെക്കൻഡ് വണ്ണ്, സ്റ്റോക്ക് ബ്രോക്കേഴ്സിനെയും സ്പെക്കുലേറ്റേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും ബുള്ളിയൻ മാർക്കറ്റ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് തേർഡ് വണ്ണ് എന്താണ്, ഹൈ സ്റ്റാറ്റസ് ഇൻഡിവിജ്വൽസ്, അവരെന്തിനു വേണ്ടിയിട്ടാണ്? ട്രേഡ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട്. എന്താണ്? ടു സേവ് ഇൻട്രസ്റ്റ്. എങ്ങനെയുള്ള ഇൻട്രസ്റ്റാണ്? ഓവർ ഡ്രാഫ്റ്റ് വഴിയോ ക്യാഷ് ക്രെഡിറ്റ് വഴിയൊക്കെ അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഹൈ ക്ലാസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വണ്ണാണ് DFHIക്കും അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്കും ആണ് ഈ കോൾ മാർക്കറ്റ് കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ DFHI എന്നുള്ളതിൻ്റെ ഫുൾ ഫോം ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ എന്നാണ്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഗിവൺ ടു ബിൽ മാർക്കറ്റ്സ് ടു മീറ്റ് മെച്യൂർഡ് ബിൽസ്. മെച്യൂർഡ് ആയിട്ടുള്ള ബിൽസിന് വേണ്ടിയിട്ട് ബിൽ മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കോൾ മണി മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ശ്രദ്ധിക്കാനുള്ളത്, ഈ ഇതിൽ ഏതൊക്കെയാണ് പാർട്ടിസിപ്പൻസ് വരുന്നത്? 3 പാർട്ടിസിപ്പൻസാണ് മെയിനായിട്ട് പറയുന്നത്. PD, അതായത് പ്രൈമറി ഡീലേഴ്സ്. ഇവരെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ബോറോവേഴ്സിനും ലെൻഡേഴ്സിനും വേണ്ടിയിട്ട്, അതായത് പ്രൈവറ്റ് മ്യൂച്വൽ ഫണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്താണ്? ഫോറിൻ ബാങ്കിനെയും പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിനും എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പബ്ലിക് ബാങ്ക്സിനും എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റാണ് കോർപ്പറേറ്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം സൈസ് ഓഫ് ട്രാൻസാക്ഷന് ₹20 crore നിന്നും കുറഞ്ഞിട്ട് ₹3 crore കോർപ്പറേറ്റ് ബാങ്ക്സിനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അവർ എന്ത് ചെയ്യുന്നു? ഫ്ലെക്സിബിലിറ്റിയും ലിക്വിഡിറ്റിയും ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവരെ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസിനെ, മാർക്കറ്റിലുള്ള പാർട്ടിസിപ്പൻസിനെ ഇൻക്രീസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ കേസ് കോർപ്പറേറ്റ്സിനെയാണ് അവർ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പാർട്ടിസിപ്പൻസ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മെറിറ്റ്സും ഡിമെറിറ്റ്സും കൂടിയാണ്. പിന്നെ ഒരു ടേം നിങ്ങൾക്ക് പറയാനുള്ളത് ഇൻ്റർ ബാങ്ക് ടേം ഡെപ്പോസിറ്റ്. ഈ ഒരു ഇതും കൂടി കഴിഞ്ഞാൽ ഈ കോൾ മാർക്കറ്റ് കഴിയാണ്. ഇനി നെക്സ്റ്റ് മെറിറ്റ്സ് നോക്കാം. ഫസ്റ്റ് വൺ, പ്രോഫിറ്റബിലിറ്റി. ഇതിങ്ങനെ പ്രോഫിറ്റബിൾ എന്ന് പറയുന്നത് എങ്ങനെയെന്ന് മനസ്സിലായോ? അതായത് ബാങ്ക്സിൻ്റെ അടുത്ത് കൂടുതൽ ഫണ്ട് ഉണ്ടാകുമ്പോൾ അവർക്ക് കോൾ മണിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് എന്താണ്? ഹൈ റേറ്റിൽ ഇൻട്രസ്റ്റ് കിട്ടും. അപ്പം ബാങ്കിന് എന്താണ്? പ്രോഫിറ്റബിൾ ആയിരിക്കും. നെക്സ്റ്റ് വണ്ണാണ് ഹൈ ലിക്വിഡിറ്റി. പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എപ്പോഴാണോ നമുക്ക് ലാർജ് പേയ്മെൻറ്റൊക്കെ ആവശ്യം വരുന്നത്, അപ്പോൾ ആ ഡിഫിക്കൽട്ടി ടൈംസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊമേഴ്ഷ്യൽ ബാങ്കിന് കോൾ മണി എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് തേർഡ് വണ്ണാണ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് റിക്വയർമെൻറ്റ്സ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഓരോ ബാങ്കിനും അവർക്ക് ഇത്ര റിസർവ് കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. അഥവാ അതിന് വല്ല ഷോർട്ടും വരികയാണ്, ഫണ്ട് കുറവാകുന്ന സമയത്ത് ഈസി ആയിട്ട് കോൾ മാർക്കറ്റിനെ ഹെൽപ്പ് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വണ്ണാണ് ഹെൽപ്സ് ടു
ഹെൽപ്സ് ദ സെൻട്രൽ ബാങ്ക് സേഫാണ് വരുന്നത്. അതേപോലെ തന്നെ എന്താണ് സെക്യൂർഡാണ്. സേഫ് മീൻസ് സെക്യൂർഡാണ്, അതായത് സ്ട്രോങ് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചീപ്പ് ഇൻട്രസ്റ്റ് റേറ്റും ഒക്കെ ആവുന്ന സമയത്ത് കുറച്ചും കൂടി സെക്യൂർഡായിട്ടുള്ള ലോണാണ് കോൾ മണി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹെൽപ്സ് ദ സെൻട്രൽ ബാങ്കിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഡിമാൻഡും സപ്ലൈ ഒക്കെ എന്താ പറയുക ചേഞ്ച് വരുന്ന സമയത്ത് ഈ കോൾ മണി എന്ത് ചെയ്യും, അവരെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്താണ് സ്വാഭാവികമായിട്ടും എന്താണ് സെൻട്രൽ ബാങ്കിനെ ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് മോണിറ്ററി പോളിസീസിനെ സെൻട്രൽ ബാങ്കിന് ആ സമയത്ത് ഹെൽപ്പ് ചെയ്യുന്ന ആ ചേഞ്ചസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് കോൾ മാർക്കറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യും. സ്വാഭാവികമായിട്ടും അത് സെൻട്രൽ ബാങ്കിനെ ഹെൽപ്പ് ചെയ്യും. സെൻട്രൽ ബാങ്കിന് അതിൻ്റെ മോണിറ്ററി പോളിസീസിൽ ഇപ്പോൾ ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റിലെ ചേഞ്ചസ് ഒക്കെ വരുത്താനൊക്കെ വേണ്ടിയിട്ട് സെൻട്രൽ ബാങ്കിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ മെറിറ്റ്സ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഡിമെറിറ്റ്സ് ആണ്. ഫസ്റ്റ് വണ് കൺഫൈൻഡ് ടു ബിഗ് സിറ്റീസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുംബൈയിലും കൊൽക്കത്തയിലും ചെന്നൈയിലും ബാംഗ്ലൂർ അഹമ്മദാബാദ് ഡൽഹിയിലൊക്കെ ഇതുള്ളൂ. അതായത് ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അസോസിയേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ, അതായത് നോട്ട് ഡെവലപ്ഡ് കൺട്രീസിലൊന്നും ഈ സംഭവം എന്തില്ല, നിലവിൽ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ കോൾ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർലി ഇൻറ്റഗ്രേറ്റഡ് അല്ല, ഇത് കറക്റ്റായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ഇല്ല. പിന്നെ അതേപോലെ തന്നെ തേർഡ് വണ്ണാണ് കോൾ മണി റേറ്റ്സ് വൊളറ്റൈൽ ഇൻ നേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഡിഫറെൻറ്റ് സീസണിൽ ഡിഫറെൻറ്റ് സെൻറ്റേഴ്സിൽ ഡിഫറെൻറ്റ് ഡേറ്റിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഇതിൻ്റെ റേറ്റ്സും ഇൻട്രസ്റ്റ് റേറ്റ്സൊക്കെ പറയുക. അപ്പോൾ അത് ഒരിക്കലും നമുക്ക് സെയിം ആണ് എല്ലാ സ്ഥലത്തും എന്ന് പറയാൻ പറ്റില്ല. ആൻഡ് ലാസ്റ്റ് ഡിമെറിറ്റാണ് സ്മോൾ സൈസ്. സാധാരണ രീതിയിൽ കോൾ മണി മാർക്കറ്റിൻ്റെ അതായത് യു കെയിലും യു എസ് എയിലൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്മോളറാണ്. ഇന്ത്യയിലുള്ള ഇത് സ്മോളറാണ്. ബിക്കോസ് ഇന്ത്യ നമുക്കറിയാം ഇറ്റ്സ് ആൻ അണ്ടർ ഡെവലപ്ഡ് ആണ്, ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ യു കെനും യു എസിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളത് സൈസ് സ്മോളാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു ടേം ഇതിൽ പറയേണ്ടത് എന്താണ്, ഇൻ്റർ ബാങ്ക് ടേം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ലോൺ മാർക്കറ്റ്. ഒരു മാർക്കിനോ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ചോദിച്ചാൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ എല്ലാ ടേംസും പറഞ്ഞു പോകുന്നത്. ഈ ഇതിൽ ഏർപ്പെടുന്ന മെയിനായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് DFHI. എന്താണെന്നുള്ളത് ഞാൻ കുറച്ച് നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, എന്താണ് DFHI എന്നുള്ളത്. അപ്പം ഒന്നുകൂടി പറയാം, ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ, അതാണ് അതിൻ്റെ ഫുൾ ഫോം. മനസ്സിലാക്കി വെക്കുക. അപ്പം ഇതാണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്. ഇതിലെന്താ പറയുക വെച്ചാൽ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് 24 hours 7 weeks ആണ് കോൾ മണി പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ ഈ ഇൻ്റർ ബാങ്ക് ടേം ഡെപ്പോസിറ്റിൽ എങ്ങനെയാ വെച്ചാൽ 17 days മുതൽ 90 days വരേക്കും എന്ത് ചെയ്യുന്നത്, കൊളാട്രൽ സെക്യൂരിറ്റി വെച്ചിട്ട് ലോണ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ടൈം പീരീഡാണ് പറയുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ലോൺസ് ബിറ്റ്വീൻ ബാങ്കുകൾ തമ്മിലുള്ള ലോണാണ്. ആക്ച്വലി ഇറ്റ് ഈസ് ലൈക്ക് എ കോൾ മണി മാർക്കറ്റ് പോലെ തന്നെ ആണെങ്കിൽ പോലും അതിൻ്റെ ഡ്യൂറേഷനിൽ മാത്രം ഒരു ചെറിയ ചേഞ്ച് വരികയാണ്. അതായത് ലെൻഡേഴ്സിന് അതിൻ്റെ ആ ഒരു മെച്യൂരിറ്റിയിൽ ചെറിയൊരു മാറ്റം വരുത്തിക്കൊണ്ടാണ് ഈ ഇൻ്റർ ബാങ്ക് ടേം ഡെപ്പോസിറ്റ് പറയുന്നത്. അതാണ് 14 ദിവസം തൊട്ടിട്ട് 90 ദിവസം വരേക്കും. അപ്പോൾ ഇതോട് കൂടിയിട്ട് കോൾ മണി മാർക്കറ്റ് കഴിയാണ്. ഇനി നെക്സ്റ്റ് ടേമിലേക്ക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പോവാം.